നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലൂടെ നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിലെ 46 മുതൽ 94 വരെയുള്ള നാമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. 6-ാം ശ്ലോകം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമാ മനുസ്ഥഷ്ടാസ്തവിഷ്ടസ്തവിരോ ധ്രുവ. അപ്രമേയ, ഋഷീകേശ, പത്മനാഭ, അമരപ്രഭു, വിശ്വകർമ്മ, മനു, ത്വഷ്ട, സ്ഥവിഷ്ട, സ്ഥവിരോ ധ്രുവ ഇവയാണ് 9 നാമങ്ങൾ. അപ്രമേയ, അളക്കുവാൻ കഴിയാത്തവനെന്ന് വിശേഷിപ്പിക്കുന്നു. പരിമിതികളൊന്നുമില്ലാത്തവൻ, ഉപമിക്കാൻ കഴിയാത്തവന് എന്തൊക്കെ പറയാം. ഋഷീകേശ, ഋഷീകമെന്നാൽ ഇന്ദ്രിയം എന്നർത്ഥം വരും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ, ജിതേന്ദ്രിയൻ എന്നൊക്കെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കാം. ഹൃഷി എന്ന പദത്തിന് സന്തോഷിപ്പിക്കുക എന്നർത്ഥം വരും. കേശമെന്നാൽ മുടി, അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ഹർഷിപ്പിക്കുന്ന രശ്മികളാകുന്ന മുടിയോട് കൂടിയവനെന്നും വിശേഷിപ്പിക്കാം. പത്മനാഭോ മരപ്രഭു, ഈ നാമം പത്മനാഭ എന്നും അമരപ്രഭു എന്നുമാണ് ഉച്ചരിക്കേണ്ടത്. പത്മനാഭോ എന്നും മരപ്രഭു എന്നും 2 വാക്കായി ചൊല്ലരുത്. വിഷ്ണു മരങ്ങളുടെയും പ്രഭുവാണ്, എന്നാലും ശരിയായ പദം അമരപ്രഭു എന്നാണ്. പത്മനാഭ, നാഭിയിൽ നിന്ന് പത്മം ഉത്ഭവിക്കുന്നവൻ പത്മനാഭൻ എന്ന് പറയപ്പെടുന്നു. സൃഷ്ടികർത്താവിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമായ പത്മം ആരുടെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ പത്മനാഭനെന്നും അറിയപ്പെടുന്നു. അമരപ്രഭു, അമരന്മാരെന്നാൽ ദേവന്മാർ. അവർക്ക് മരണമില്ല എന്ന് പറയുന്നു, കാരണം അവർ അമൃത് സേവിച്ചവരാണ്. ദേവഗണങ്ങളുടെ നാഥനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. വിശ്വകർമ്മ, വിശ്വം സൃഷ്ടിക്കുവാനുള്ള കർമ്മശേഷിയുള്ളവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. മനുസ്ത്വഷ്ട, ഈ പദം മനു എന്നും ത്വഷ്ട എന്നും ചൊല്ലണം. മനു എന്നും സ്ത്വഷ്ട എന്നും അല്ല ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ഒറ്റ വാക്കായി ചൊല്ലണം. മനു, മനനം ചെയ്യുന്നവൻ അഥവാ മന്ത്രസ്വരൂപൻ എന്ന് മഹാവിഷ്ണുവിനെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ത്വഷ്ട, ത്വഷ് എന്നതിന് ക്ഷീണിപ്പിക്കുക എന്ന് പറയാം. പ്രളയകാലത്ത് അഖില സൃഷ്ടിയെയും ലഘൂകരിച്ച് നശിപ്പിക്കുന്നവനാണ് മഹാവിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. സ്ഥവിഷ്ട, സ്ഥൂലത്തിൻ്റെ ഉത്തമാവസ്ഥയായിരിക്കുന്നവൻ, സകല വസ്തുക്കളെയും അപേക്ഷിച്ച് സ്ഥൂലനായിരിക്കുന്നവൻ എന്ന് അർത്ഥം പറയുന്നു. സ്ഥവിരോ ധ്രുവ, സ്ഥവിരൻ എന്നാൽ അതിപുരാതനൻ എന്നും ധ്രുവൻ എന്നാൽ ഇളക്കമില്ലാത്തവൻ എന്നുമാണ് അർത്ഥം. ഇത് ഒരു നാമമായിട്ടാണ് ചൊല്ലേണ്ടത്. ഇനി 7-ാം ശ്ലോകം. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപ്രദർദന പ്രഭൂതസ്ത്രികുബ്ധാമ പവിത്രം മംഗളം പരം. ഇവിടെയും 9 നാമങ്ങളാണ്. അഗ്രാഹ്യ, ശാശ്വത, കൃഷ്ണ, ലോഹിതാക്ഷ, പ്രദർദന, പ്രഭൂത, ത്രികുബ്ധാമ, പവിത്രം, മംഗളം പരം എന്നിവയാണ് 9 നാമങ്ങൾ. അഗ്രാഹ്യ, ഗ്രഹിക്കുവാനാവാത്തവൻ, അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുവാനാവില്ല വിഷ്ണുവിനെ എന്ന് പറയുന്നു. ശാശ്വത, സനാതനനാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നവനാണ് എന്നൊക്കെ അർത്ഥം പറയാം. കൃഷ്ണ, കൃഷ്ണോ എന്നത് നാമമായി പറയുമ്പോൾ കൃഷ്ണ എന്നാകുന്നു. കറുത്ത നിറത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. കൃഷ് എന്ന പദത്തിന് ഭവിക്കുക എന്നും ന എന്നതിന് ആനന്ദമെന്നും അർത്ഥം വരും. അപ്പോൾ കൃഷ്ണ എന്നാൽ സച്ചിദാനന്ദ സ്വരൂപനാണ് വിഷ്ണു എന്ന് പറയാം. ലോഹിതാക്ഷ, ലോഹിതമെന്നാൽ ചുവപ്പ്, അക്ഷി എന്നാൽ കണ്ണ്. അപ്പോൾ ലോഹിതാക്ഷൻ വിഷ്ണു ചുവന്ന കണ്ണുകളോട് കൂടിയവനാണ് എന്ന് വരുന്നു. പ്രദർദന, പ്രളയകാലത്ത് എല്ലാ ജീവരാശിയെയും ഹിംസിക്കുന്നവൻ, നിഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം പറയുന്നു. പ്രഭൂതസ്ത്രികുബ്ധാമ, പ്രഭൂതസ്ത്രികുബ്ധാമ എന്നത് പ്രഭൂത എന്നും ത്രികുബ്ധാമ എന്നുമാണ് പദമുറിച്ച് ചൊല്ലേണ്ടത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും വേണം. പ്രഭൂത, പ്രകർഷത്തോടെ ഭവിച്ചവൻ, അതായത് ജ്ഞാനം, ഐശ്വര്യം എന്നീ ഗുണങ്ങൾ തികഞ്ഞവനെന്ന് അർത്ഥം പറയുന്നു. ത്രികുബ്ധാമ, ത്രി എന്നാൽ 3, കുകുഭി എന്നാൽ ദിക്ക്, ധാമ എന്നാൽ ഇരിപ്പിടം എന്ന അർത്ഥം വരുന്നതിനാൽ വിഷ്ണു 3 ദിക്കുകളുടെയും ഇരിപ്പിടം അഥവാ ആശ്രയം ആയവനാണത്രേ. മേൽഭാഗം, നടുഭാഗം, കീഴ്ഭാഗം എന്നിവയാണ് 3 ദിക്കുകളായി പറയുന്നത്. പവിത്രം, സ്വയം പവിത്രമായവനും എല്ലാത്തിനെയും പവിത്രമാക്കുന്നവനും വിഷ്ണുവാണ് എന്ന് പറയുന്നു. മംഗളം പരം, മംഗളം പ്രദാനം ചെയ്യുന്നവൻ,
ശ്രേഷ്ഠമായ മംഗളസ്വരൂപം എന്നൊക്കെ അർത്ഥം പറയുന്നു. 8-ാം ശ്ലോകം. ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഈശാന, പ്രാണദ, പ്രാണ, ജ്യേഷ്ഠ, ശ്രേഷ്ഠ, പ്രജാപതി, ഹിരണ്യഗർഭ, ഭൂഗർഭ, മാധവ, മധുസൂദന എന്നിങ്ങനെ 10 നാമങ്ങളാണിവിടെ. ഈശാന, എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് ഈശാനൻ. പ്രാണദ, പ്രാണദാതാവ്, അതായത് പ്രാണൻ നൽകുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. പ്രാണ, സകല പ്രാണൻ്റെയും പ്രാണനാണ് വിഷ്ണു എന്ന് പറയുന്നു. ജ്യേഷ്ഠ, ഏറ്റവും മൂത്തയാൾ, അതായത് പുരാതനൻ എന്ന് പറയുന്നു. ശ്രേഷ്ഠ, ശ്രേഷ്ഠമായവൻ, പ്രശംസനീയൻ എന്നൊക്കെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. പ്രജാപതി, സകല ജീവികളുടെയും പ്രജകളുടെ പാലനവും പോഷണവും നടത്തുന്നവൻ, സൃഷ്ടിയുടെ അധിഷ്ഠാന ദേവത എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയാം. ഹിരണ്യഗർഭ, ബ്രഹ്മാവിൻ്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ബ്രഹ്മാവിന് ഹിരണ്യഗർഭൻ എന്നു പേരുണ്ട്. ഭൂഗർഭ, ഭൂമിയുടെ ഗർഭത്തിൽ അന്തർഭാഗത്ത് ഉള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു ഈ നാമത്തിൽ. മാധവ, മായുടെ ധവൻ, അതായത് ലക്ഷ്മീദേവിയുടെ ഭർത്താവ്, ലക്ഷ്മീപതി എന്നർത്ഥം പറയാം. മധുസൂദന, മധു എന്ന അസുരനെ സംഹരിച്ചവനാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ചെവിക്കാഷ്ടത്തിൽ നിന്ന് മധു, കൈടഭൻ എന്നീ അസുരന്മാർ ഉണ്ടായി. അവർ ബ്രഹ്മാവിനെ കടിച്ചു തിന്നാൻ ചെന്നുവെന്നും അപ്പോൾ ബ്രഹ്മാവ് പത്മനാഭനെ ശരണം പ്രാപിച്ചുവെന്നും പത്മനാഭൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് അവരെ നിഗ്രഹിച്ചുവെന്നും പുരാണത്തിൽ പറയുന്നു. 9-ാം ശ്ലോകം. ഈശ്വരോ വിക്രമീ ധന്വി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞ കൃതിരാത്മവാൻ. ഈശ്വര, വിക്രമി, ധന്വി, മേധാവി, വിക്രമ, ക്രമ, അനുത്തമ, ദുരാധർഷ, കൃതജ്ഞ, കൃതി, ആത്മവാൻ എന്നിങ്ങനെ 11 നാമങ്ങളാണ് ഇവിടെ. ഈശ്വര, സർവശക്തനായ ഈശ്വരൻ, ഈശ്വരന്മാരിൽ ശ്രേഷ്ഠനായവൻ എന്നൊക്കെ ഈ നാമത്തിൽ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. വിക്രമീ, ശൗര്യത്തോട്, അതായത് വിക്രമത്തോട് കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ധന്വി, വിഷ്ണുവിൻ്റെ വില്ലാണ് ശാർഗം. ആ വില്ലിനെ ഉദ്ധരിച്ചവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാർഗധരൻ എന്ന വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. മേധാവി, മേധാശക്തിയുള്ളവൻ, വളരെയധികം ബുദ്ധിശാലിയായവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു ഇവിടെ. വിക്രമ, ക്രമമെന്നാൽ ചുവട് എന്ന് പറയാം. അപ്പോൾ വിശേഷപ്പെട്ട ചുവട് എടുക്കുന്നവനാണ് വിഷ്ണു എന്ന് കാണാം. 2 ചുവട് കൊണ്ട് ത്രിലോകങ്ങളെയും അളന്നവനാണല്ലോ വിഷ്ണു. വി എന്നാൽ പക്ഷി, അതായത് ഗരുഡൻ എന്ന് പറയാം. അപ്പോൾ പക്ഷിയുടെ, അതായത് ഗരുഡൻ്റെ പുറത്തിരുന്ന് ക്രമണം ചെയ്യുന്നവനായതുകൊണ്ട് വിഷ്ണു വിക്രമനായി. ക്രമ, ക്രമണമെന്നാൽ കാലെടുത്തു വയ്ക്കുക എന്നും പറയുന്നു. ലോകം മുഴുവൻ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നവനാണ് വിഷ്ണു. അനുത്തമ, തന്നെക്കാൾ ഉത്തമനായി വേറെ ആരുമില്ലാത്തവനെന്ന് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ദുരാധർഷ, ധർഷിക്കുക എന്നാൽ ആക്രമിക്കുക. ആരാലും ആക്രമിക്കുവാൻ പറ്റാത്തവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. കൃതജ്ഞ, കൃതങ്ങളെ അഥവാ കൃത്യങ്ങളെ അറിയുന്നവൻ. സജ്ജനങ്ങളും ദുർജനങ്ങളും ചെയ്യുന്ന സത്കൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളും അറിയുന്നവനെന്ന് പറയുന്നു. കൃതി, കൃതി എന്നാൽ പുരുഷപ്രയത്നമെന്ന് പറയുന്നു. എല്ലാ പുരുഷപ്രയത്നത്തിൻ്റെയും കാരകത്വം, കാരണമായ അവസ്ഥ ഭഗവാനായതുകൊണ്ട് ഭഗവാൻ കൃതിയാണ്. ആത്മവാൻ, ആത്മാവോടുകൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 10-ാം ശ്ലോകം. സുരേശരണം ശർമ്മ വിശ്വരേതാഹ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. 10 നാമങ്ങൾ ഇവിടെ കാണാം. സുരേശ, ശരണം, ശർമ്മ, വിശ്വരേതാ, പ്രജാഭവ, അഹ, സംവത്സര, വ്യാല അല്ലെങ്കിൽ വ്യാള, പ്രത്യയ, സർവദർശന എന്നിങ്ങനെ 10 നാമങ്ങൾ. സുരേശ, സുരന്മാരുടെ ഈശ്വരനാണ് വിഷ്ണു എന്ന് പറയുന്നു. സു എന്നാൽ നല്ല എന്നും ര എന്നാൽ ദാനം ചെയ്യുക എന്നും അർത്ഥമെടുത്താൽ ശുഭമായിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നവരുടെ ഈശ്വരനാണ് വിഷ്ണു എന്നും കാണാം. ശരണം, ശരണത്തിന് 2 അർത്ഥം പറയാം. രക്ഷിതാവ് എന്നും ഗൃഹം എന്നും.
ആദ്യത്തേതിന് എല്ലാവർക്കും ശരണമായിട്ടുള്ളവനെന്നും രണ്ടാമത്തേതിന് കൽപ്പാന്തത്തിൽ എല്ലാവർക്കും ശരണമേകുന്നവനെന്നും അർത്ഥം പറയാം. ശർമ്മ പരമാനന്ദ സ്വരൂപൻ എന്നാണ് ഇതിനർത്ഥം. വിശ്വരേതാഹ ഈ നാമത്തിന് വിശ്വത്തിന് രേതസ് അതായത് ബീജമായവൻ എന്ന അർത്ഥം പറയുന്നു. പ്രജാഭവ പ്രജകളെല്ലാം ആരിൽ നിന്ന് ഭവിക്കുന്നുവോ ഉണ്ടാകുന്നുവോ അവനാണ് പ്രജാഭവൻ എന്ന് പറയുന്നു. അഹ പ്രകാശസ്വരൂപനാണ് വിഷ്ണു എന്നതിനാൽ അഹസ് എന്ന് പറയുന്നു. സംവത്സര ഭഗവാൻ കാലസ്വരൂപനാണ് എന്നതിനാൽ സംവത്സരൻ എന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. വ്യാല അല്ലെങ്കിൽ വ്യാള ഈ നാമം കൊണ്ട് സർപ്പത്തെ പോലെ പിടിക്കുവാൻ കഴിയാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സർപ്പത്തെ പിടിക്കുവാൻ എളുപ്പമല്ലല്ലോ. പ്രത്യയ പ്രതീതിയാൽ അനുഭവത്താൽ അറിയപ്പെടേണ്ടതാണ് വിഷ്ണു എന്ന് പറയുന്നു. സർവദർശന സർവത്ര കാഴ്ചയുള്ളവൻ, അകത്തും പുറത്തും എവിടെയും എന്തും കാണുവാൻ കഴിവുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ 5 ശ്ലോകങ്ങൾ കഴിഞ്ഞു. നാമങ്ങൾ 46 മുതൽ 94 വരെ നമ്മൾ മനസ്സിലാക്കി. ഇനി 5 ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമാ മനുസ്ഥഷ്ടാസ്തവിഷ്ടസ്തവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപ്രദർദന പ്രഭൂതസ്ത്രികുബ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞ കൃതിരാത്മവാൻ സുരേശരണം ശർമ്മ വിശ്വരേതാഹ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കാം.